ഹലോ ഗെയ്സ്, നമ്മുടെ ഡ്രീം കാശ്മീർ ട്രിപ്പിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആഗ്രയിലെയും ഡൽഹിയിലെയും കാഴ്ചകൾ കണ്ട ശേഷം മൂന്നാം ദിവസം നമ്മൾ മാതാശ്രീ വൈഷ്ണോദേവി കത്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. കത്രയിൽ നിന്നും ശ്രീനഗറിലേക്ക് പുറപ്പെടുന്ന വന്ദേ ഭാരതിൽ ഞങ്ങളെല്ലാം കയറിപ്പറ്റി. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ടീം ലീഡർ ഷഫീഖും ഉണ്ടായിരുന്നു. ഇവിടുന്ന് ശ്രീനഗറിലേക്ക് എത്തിച്ചേരാൻ 3 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതുണ്ട്. 2025 ജൂൺ മാസം 6-നാണ് പ്രധാനമന്ത്രി ഈ റെയിൽപാത രാജ്യത്തിനായി തുറന്നുകൊടുത്തത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് റെയിൽപാതയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം പണികഴിപ്പിച്ചിരിക്കുന്നത്. ചെനാബ് നദിയിൽ നിന്നും 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാത ഈഫേൽ ഗോപുരത്തേക്കാൾ 35 മീറ്റർ ഉയരക്കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു. 1315 മീറ്റർ നീളത്തിലുള്ള ഈ പാലം ഏതു പ്രകൃതി ദുരന്തങ്ങളെയും നേരിടാൻ പാകത്തിലാണത്രേ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പാലത്തോടടുക്കുമ്പോൾ തന്നെ ട്രെയിനിലെ ഡിസ്പ്ലേ ബോർഡിൽ ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കും. ഈ വിസ്മയക്കാഴ്ച കാണുന്നതിനായി ട്രെയിനിലെ യാത്രക്കാരെല്ലാം അവനവൻ്റെ മൊബൈലെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരുന്നു. കാഴ്ച കാണേണ്ട കാഴ്ച തന്നെ. എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഇത് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങ് അഗാധമായ ഗർത്തത്തിലൂടെ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകിപ്പോകുന്ന ചെനാബ് നദി കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത്ര വിശാലമായ നദിയാണ് അത് ഒഴുകിപ്പോകുന്നത്. വാർത്തകളിൽ മാത്രം കണ്ടിട്ടുള്ള ചെനാബ് പാലം കണ്ടേകളുടെ സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. ട്രെയിൻ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി എന്ന് അറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റുകൾ കേട്ടു തുടങ്ങി. എല്ലാവരും അവനവൻ്റെ ലഗേജുകളെല്ലാം തയ്യാറാക്കി വെച്ചു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നമ്മളെ കാത്ത് വോയേജർ ഗ്രാമിൻ്റെ മിനി ബസ് കാത്തിരിക്കുന്നുണ്ടാവും. സമയം 5 മണിയായിട്ടുള്ളെങ്കിലും നല്ല തണുപ്പും ഒരു രാത്രിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു രാത്രിയുടെ ശരിയായ പ്രതീതിയായിരുന്നു അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടൽ അസാറയിൽ എത്തിച്ചേർന്നു. സ്റ്റാർ ഹോട്ടലാണ്. ഇനിയുള്ള 3-4 ദിവസങ്ങൾ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നീട് എല്ലാവരും റൂമിൽ ചെക്ക് ഇൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. നാളെ മുതൽ കാശ്മീരിലെ സൈറ്റ് സീയിങ് ആരംഭിക്കുകയായി. നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം ഇന്ന് ഗുൽമാർഗിലേക്കാണ് യാത്ര. ഏതാണ്ട് 80 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ ഗുൽമാർഗിലെത്തി. ഗൊണ്ടോള കേബിൾ കാർ റൈഡിംഗ് ആണ് നമ്മുടെ ആദ്യത്തെ ഇനം. ഈ കേബിൾ കാർ റൈഡിങ്ങിന് 2 ഫേസുകളുണ്ട്. ഫേസ് 1ഉം ഫേസ് 2ഉം. അത് ഞങ്ങൾ 2 ഫേസിലേക്കും ടിക്കറ്റ് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായും ഓഫ്ലൈനായും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 14,500 അടി ഹൈറ്റിലാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ഫേസ് 1-ൽ അധികം മഞ്ഞില്ലെങ്കിൽ ഫേസ് 2-ലേക്ക് കടന്നപ്പോഴേക്കും മഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പ് ഉണ്ടായി. തലങ്ങും വിലങ്ങും കേബിൾ കാറുകൾ പോകുന്നത് നല്ല നയനമനോഹരമായ കാഴ്ചയായിരുന്നു. മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വതനിരകൾ അങ്ങ് ദൂരെ കാണാമായിരുന്നു. ഓരോ കാറിലും 4 പേർക്ക് കയറാമായിരുന്നു. ഞങ്ങളുടെ കാറിൽ ഒരു കാശ്മീരി കപ്പിൾ ഉണ്ടായിരുന്നു. ഞങ്ങളവരെ പരിചയപ്പെട്ടു. ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അവർ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ മഞ്ഞ് സീസണിൽ വരുന്നത് എന്ന് ഞങ്ങളോട് പറഞ്ഞു. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ 3-4 ലെയർ ഡ്രസ്സുകളൊക്കെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും തണുപ്പ് ഉള്ളിലേക്ക് അരിച്ചു കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. നമ്മുടെ കൂടെ ഉള്ള പലരും ഇതിന് നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പലരും പല ഭാഗത്ത് റീലെടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ലത്തീഫ് ഭായും വൈഫുമാണ്. അവർ കോഴിക്കോട് നിന്നാണ്. പിന്നെ നമ്മുടെ കൂടെ നമ്മളെ ടീം ലീഡർ ഷഫീഖുണ്ട്. ഷഫീഖിനോട് അഭിപ്രായം പറയാൻ വന്നപ്പോൾ നല്ല പാക്കേജൊക്കെയാണെന്നാണ് അവൻ പറയുന്നത്. നമ്മൾ ടീമിലുള്ള പലരും പല ഭാഗങ്ങളിലായിട്ടാണ് ഉള്ളത്. കുറച്ച് ആളുകൾ ഫേസ് ഫസ്റ്റിൽ തന്നെ തങ്ങിയിട്ടുണ്ട്. കുറച്ച് ആളുകൾ മാത്രമേ ഫേസ് 2-ലേക്ക് വന്നിട്ടുള്ളൂ. ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സും അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിന് നല്ല തണുപ്പ് നമുക്കിങ്ങനെ അരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3, 4, 5 ലെയർ ഡ്രസ്സുകളൊക്കെ അണിഞ്ഞിട്ടാണ് ഓരോരുത്തർ വന്നിരിക്കുന്നത്. പലരും റീൽ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളെ കൊണ്ടും ഒരു 1-2 റീലൊക്കെ ചെയ്യിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളത് ശരിക്കും ആസ്വദിച്ചു. ഈ റീൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കാണണേ. ഈ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ യൂട്യൂബർക്ക് തലകറക്കമൊക്കെ വന്നു കേട്ടോ. അടുത്ത റീല് നമ്മൾ ജോണിച്ചാട്ടിൻ്റെയും വൈഫിൻ്റെയാണ് കേട്ടോ. അവർ മഞ്ഞ് ആസ്വദിച്ചിട്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് മഞ്ഞിട്ട് കൊടുക്കുന്നത്. അവരെന്തായാലും നല്ല ഹാപ്പിയിലാണ്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളൊക്കെ വളരെ കർശനമാണ് അവിടെ. അപ്പം നമ്മൾ നിയന്ത്രണകരെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പലർക്കും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് അധികം നേരം നമ്മളവിടെ തങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല.
പലർക്കും ഇപ്പോൾ തന്നെ ചെറുതായിട്ട് തലവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനിയുള്ളത്. ഇനി നമ്മൾ അടുത്ത ദിവസത്തെ യാത്ര സോണാമാർഗിലേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.